ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് കണ്ടോ, ഒരു മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്നത്. നമുക്ക് ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു കുപ്പീൻ്റെ പീസ് നമ്മൾ ഹാഫായിട്ട് മുറിച്ചിട്ട് അതിൽ കുറച്ച് പോട്ട് മിക്സ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ലിപ്സ്റ്റിക് പ്ലാന്റ് നിറയെ നമുക്ക് പൂക്കളൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ നട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ 8 വെറൈറ്റിയോളം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അടിപൊളി കോംബോ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുന്നതെന്ന് നോക്കാം കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ്. ഈ പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഏത് പ്ലാന്റാണ്. ഫ്യൂസിയ അഥവാ ഡാൻസിങ് ഡോൾ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒന്നാമതായിട്ട് കാണുന്നത്. നല്ല ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആണ്. അത് ഈ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് തരുന്ന കാരണം അതിൻ്റെ കളറോ അതുപോലെ തന്നെ ഫ്ലവർ എങ്ങനെയായിരിക്കുന്നോ ഒന്നും ഡൗട്ട് വേണ്ട. മിനിയേച്ചറായിട്ട് വരുന്ന നല്ല ഡാൻസിങ് ഡോൾ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ്. രണ്ടാമത്തെ നോക്കിക്കേ, പേൾ ഗ്രാസ് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മുറ്റത്തൊക്കെ ഇപ്പോൾ മഴ നനഞ്ഞ് ഭയങ്കര ചെളിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെടി അങ്ങ് നട്ടു വെച്ചാൽ മതി, നന്നായിട്ട് ഉണ്ടായിക്കോളും. മുറ്റം നല്ല വൃത്തി വരും, നല്ല ഭംഗിയിലും കാണാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പേൾ ഗ്രാസിൻ്റെ വെരിഗേറ്റഡ് ആണ്. ഇത് പുതിയ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഹോയ പ്ലാന്റ്. മൂന്നാമത്തെ പ്ലാന്റാണ് ഹോയ വെറൈറ്റി. ഹോയേൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് ഹോയേൻ്റെ പിങ്ക് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്. ഇത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഒത്തിരി നാൾ പൂക്കളുണ്ടാവും, പൂക്കൾക്ക് ചെറിയ സ്മെല്ലുണ്ടാവും. പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് ഹോയ വെറൈറ്റീസ്. ഇത് അടുത്തത് ഹോയേൻ്റെ ഒരു വൈറ്റ് കളറാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഹോയ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഹോയ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ കാണിച്ചിരിക്കുന്ന 2 ഹോയയ്ക്കും ഓരോ വെറൈറ്റിക്കും റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അടുത്തത് നോക്കിക്കേ, ഒത്തിരി ഡിമാൻഡ് തോന്നിയ ഒരു പ്ലാന്റാണ് ഡെയ്സി പ്ലാന്റ്. ഡെയ്സിൻ്റെ നമുക്ക് 5-6 വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡെയ്സിൻ്റെ ഒന്നാമത്തെ വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു വയലറ്റ് കളർ വരുന്ന ഡെയ്സിയാണ് കേട്ടോ. ഡെയ്സി നമുക്കൊരു മഴ ഒന്നും ആവില്ലാത്തൊരു പ്ലാന്റാണ്. എല്ലാ ക്ലൈമറ്റിലും നമുക്ക് ഒരുപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഒത്തിരി തൈകളും പെട്ടെന്നാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പോട്ടിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പൂക്കളായിട്ട് കാണാം. നല്ല ഭംഗിയാണ് ഈ ഡെയ്സി പ്ലാന്റ്സ്. ഇപ്പോൾ ഡെയ്സിൻ്റെ ഈ ഒരു വയലറ്റ് കളർ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ റൂട്ട് വന്നിട്ടുള്ള പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. 70 രൂപയ്ക്ക് ഈ ഒരു സൈസിൽ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത്. ഇനി നമുക്ക് ഡെയ്സിൻ്റെ അടുത്തൊരു പ്ലാന്റ് കണ്ടാലോ. ഇതാണ് ഡെയ്സിൻ്റെ അടുത്ത വെറൈറ്റീസ്. നല്ലൊരു റൂബി റെഡ് കളറിലേക്ക് ഫ്ലവേഴ്സ് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയാൽ എൻ്റെ ഫ്ലവേഴ്സ് കാണാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു റൂബി റെഡ് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗി എൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി തന്നെ. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റൂബി റെഡ് കളർ ഡെയ്സിക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെയർ ആയിട്ടുള്ളൊരു ഡെയ്സി ആയത് കാരണമാണ് ഇതിന് 90 രൂപ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. അടുത്ത പ്ലാന്റാണ് ഡെയ്സിൻ്റെ വൈറ്റ് കളർ കേട്ടോ. നല്ല ഭംഗിയിലെ വൈറ്റ്. ഈ വൈറ്റ് കളർ ഡെയ്സി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. ഈ വൈറ്റ് കളർ ഡെയ്സിക്കും നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന വയലറ്റ് ഡെയ്സിക്കിൻ്റെ അതേ റേറ്റ് തന്നെയാണ് വരുന്നത്. 70 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റ് കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവുമോ? ഇതാണ് റബ്ബർ വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല പർപ്പിൾ കളറിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ ഈ റബ്ബർ വൈൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മഡഗാസ്കർ ജാസ്മിൻ്റെ ലീവ്സുമായിട്ട് നല്ലൊരു താരതമ്യം പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മൊട്ട് കണ്ടാൽ ശരിക്കും ഒരു വയലറ്റ് കാന്താരി നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ മൊട്ടുകളാണ്. മുകളിലേക്കായിരിക്കും എൻ്റെ മൊട്ടുകൾ നിൽക്കുക. ശരിക്കും ഒരു കാന്താരി ചെടിയില്ലേ, ചീനി ചെടി, അതുപോലെയാണ് ഇതിൻ്റെ മൊട്ടുകൾ കാണാൻ. നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ്. ഇതിന് 500 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റ് തുമ്പർജിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ക്രീപ്പറായിട്ട് പോകുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഈ തുമ്പർജിയ പ്ലാന്റ്. ഇതിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു, ഇപ്പോൾ ഇല്ല. പക്ഷേ തുമ്പർജിയേൻ്റെ ഇപ്പോൾ നോർമൽ വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. തുമ്പർജിയേൻ്റെ നല്ല അടിപൊളി തൈകൾ, ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ. ഇതിങ്ങനെ കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന യെല്ലോ ജാസ്മിൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ നമ്മുടെ വൈറ്റ് കളർ ജാസ്മിൻ ഇങ്ങനെ കൊല കുത്തി പൂവുണ്ടായിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അമേരിക്കൻ ജാസ്മിൻ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇതിൽ യെല്ലോ കളേഴ്സ് ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബഡ്സും നല്ല യെല്ലോ ആയിരിക്കും കേട്ടോ. നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പോൾ. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. യെല്ലോ ജാസ്മിൻ മിസ്സാക്കരുത്, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സ് ശരിക്കും നമ്മുടെ അമേരിക്കൻ ജാസ്മിനുമായിട്ട് നല്ല കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലാന്റാണ് ഈ യെല്ലോ ജാസ്മിൻ എന്ന് പറഞ്ഞ വെറൈറ്റി.
അടുത്തത് നമ്മുടെ ബർഗാണ്ടിക്യൂനാണ് കേട്ടോ. ബർഗാണ്ടിക്യൂന് നമുക്ക് ഇതിനു മുമ്പ് നല്ലൊരു റൂബി റെഡ് കളറിലേക്കുള്ള ബർഗാണ്ടിക്യൂന് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ നമുക്കത് അവൈലബിൾ അല്ല. അതിന് പകരമായിട്ട് വന്നൊരു പ്ലാന്റ് ആയിരുന്നു ബർഗാണ്ടിക്യൂൻ്റെ വൈറ്റ് കളർ കേട്ടോ. വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റെഡിഷ് കളറും കൂടി കയറുന്നതായിട്ട് കാണാം. നല്ലൊരു മഞ്ഞ് വീണ പോലെ ഇതിൽ പൂക്കളുണ്ടാവും. ബർഗാണ്ടിക്യൂന് മഴയായാലും വെയിലായാലും ഒന്നും പ്രശ്നമില്ല. നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ബർഗാണ്ടിക്യൂന്. നമ്മുടെ നാടുകളിൽ ഇത് ഉണ്ടാവുന്നില്ല, കാരണം ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഒരു വിദേശി പ്ലാന്റ് കൂടിയാണ് ബർഗാണ്ടിക്യൂൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് കട്ടിങ്സ് എടുത്താലൊന്നും ഇത് സാധാരണ ബർഗാണ്ടിക്യൂന് നമുക്ക് പ്രൊപ്പഗേഷൻ സക്സസ് അല്ല. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും സൈസ് വരുന്ന തൈകൾക്ക് റേറ്റ് വരുന്നത് 750 രൂപയാണ് കേട്ടോ. ബർഗാണ്ടിക്യൂന് ദിവസം പ്രതി റേറ്റ് കൂടുന്നൊരു നല്ലൊരു റെയർ ആയിട്ടുള്ള ഡിമാൻഡ് കൂടിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ നൈറ്റ് ക്യൂൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നൈറ്റ് ക്യൂന് നല്ല ഭംഗിയിൽ ഇതുപോലത്തെ തന്നെ കളേഴ്സ് പൂവ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ടോ. വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവുന്നതും. അപ്പം നൈറ്റ് ക്യൂൻ്റെ നമുക്ക് നല്ല റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് നൈറ്റ് ക്യൂൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നൈറ്റ് ക്യൂൻ പ്ലാന്റ് നമുക്ക് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കേണ്ട. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സാധാരണ നമ്മുടെ കാക്ടസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തണ്ട് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. അതാ ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമ്മൾ തരുന്നത് നൈറ്റ് ക്യൂൻ്റെ. അടുത്തത് ഹോയ പ്യൂബ്ലിക്കാരിക്സ് ആണ് കേട്ടോ. ഹോയേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഹോയ ഞാൻ പറഞ്ഞല്ലോ ഓരോ പ്ലാന്റിനും ഓരോ ഐഡിയ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഹോയേൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് നമുക്ക് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹോയ എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ ഈ പൂക്കളുണ്ടായ ആ ഒരു തണ്ടിൽ തന്നെയാണ് വീണ്ടും വീണ്ടും പൂക്കളുണ്ടാവുക. നല്ല ഭംഗിയിൽ ഇതുണ്ട്. ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഹോയ പ്യൂബ്ലിക്കാരിക്സ്. ഇതിന് റേറ്റ് വരുന്നത് 380 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ലീവ്സ് ഒക്കെ കണ്ടില്ലേ, കുറച്ച് ഒരു ഷെയ്ഡായിട്ട് ഡിസൈനായിട്ട് വരുന്ന ലീവ്സ് ആണ്. അപ്പോൾ സ്പ്ലാഷ് ആയിട്ടെന്ന് നമുക്ക് പറയാം. ഹോയ പ്യൂബ്ലിക്കാരിക്സ് സ്പ്ലാഷ് വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 380 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ. ഒത്തിരി വെറൈറ്റീസ് ഹോയ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് ഹോയേൻ്റെ ഓസ്ട്രാലിസിസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 390 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മദർ പ്ലാന്റ് ആണ് തരുന്നത്. ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. 390. ഈ വെറൈറ്റിൻ്റെ ഒക്കെ ചെറിയ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ തൈകൾക്ക് ചെറിയ റേറ്റേ വരുന്നുള്ളൂ. മദർ പ്ലാന്റ് ആയത് കാരണമാണ് 390 രൂപ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.